നമ്മൾ നമ്മുടെ കുട്ടികളെ വഴക്ക് പറഞ്ഞ്, തല്ലി, പേടിപ്പിച്ചും, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തിയും, മറ്റു കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പാരൻ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ട്രോമയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ട്രോമയൊക്കെ അവരുടെ ലൈഫിൽ എവിഡൻ്റ് ആകാൻ പോകുന്നത് അവർ അഡൽട്ട് ആയതിനു ശേഷമായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു പാരൻ്റ് ആയിട്ട് അവരുടെ കുട്ടികളെ ഓൾറെഡി അബ്യൂസീവായിട്ട് ട്രീറ്റ് ചെയ്ത് തുടങ്ങിക്കാണും. അപ്പോൾ ആ കുട്ടികളുടെ ഉള്ളിലും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാവുകയും അവരുടെ എക്സ്പീരിയൻസ് മോശമാവുകയും ചെയ്യും. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നെങ്കിലും ഒരു പാരൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ കുട്ടികളെ അബ്യൂസീവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഞാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ആൾ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത് അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മാത്രം പാരൻ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതും അല്ലെങ്കിൽ ഒരു അബ്യൂസീവായിട്ടുള്ള ചൈൽഡ്ഹുഡിലൂടെ കടന്നു വന്ന ഒരാൾ അഡൽട്ട് ആയതിനു ശേഷം പാരൻ്റ് ആകുന്നതിന് മുൻപ് റിയലൈസ് ചെയ്യുക, ഞാനൊരു പാരൻ്റ് ആവാൻ ഇതുവരെ പ്രിപ്പയർ ആയിട്ടില്ല, അതുകൊണ്ടൊരു കൗൺസിലിംഗ് സപ്പോർട്ട് എടുത്ത് വൺസ് റെഡി ആയതിനു ശേഷം മാത്രം ഒരു പാരൻ്റ് ആവുക. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, ഒന്നെങ്കിൽ ഒരു പാരൻ്റ് അല്ലെങ്കിൽ പാരൻ്റ് ആകുന്നതിന് മുൻപുള്ള ഒരു അഡൽട്ട്, ആരെങ്കിലും ഇതൊന്ന് റിയലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇതിലൊന്ന് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ ജനറേഷൻസിലേക്ക് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും.